Hello everyone, welcome to G-Board Class 7 and USS. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Board USS ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ USS എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സയൻസിൽ 5ാമത്തെ ചാപ്റ്റർ ആണ് അവർ എർത്ത് അഥവാ നമ്മുടെ ഭൂമി. ഇനി നിങ്ങളുടെ USS എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഈ ടോപ്പിക്കിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏതാണ് ടോപ്പിക്? ദ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് അഥവാ ഭൂമിയുടെ ഘടന. അല്ലേ, നമുക്കറിയാം ഭൂമിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് നമ്മൾ കോർ അഥവാ കാമ്പ് എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ഭാഗത്തെ മാൻറ്റിൽ എന്ന് വിളിക്കുന്നു, മൂന്നാമത്തെ ഭാഗത്തെ ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് വിളിക്കുന്നു. ഇത് മൂന്നിന്റെ ഫീച്ചർ അഥവാ സവിശേഷതയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തിനു പ്രതീക്ഷിക്കാം? USSന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നിങ്ങൾ USS എക്സാം എഴുതുന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് അടക്കമുള്ള സബ്ജക്ട് എത്രത്തോളം പഠിച്ചു എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക. USS എക്സാം എഴുതുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം ക്രസ്റ്റ്, കോർ, മാൻഡിൽ, ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ USS എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്രസ്റ്റ് അഥവാ ഭൂവൽക്കത്തിന്റെ സവിശേഷത പഠിച്ചേക്കാം. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇത് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് മെയ്ഡ് ഓഫ് സോളിഡ് റോക്സ്, അല്ലെ, ഖരങ്ങൾ, ഖരരൂപത്താൽ സോളിഡ് റോക്സ് അഥവാ ഖരശിലകൾ കൊണ്ട് രൂപം കൊണ്ടതാണ് എന്ത്? ക്രസ്റ്റ്. ഈ ക്രസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കം ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കം ഉണ്ട് കേട്ടോ. ഇതിൽ തിക്നെസ് അഥവാ കട്ടി കൂടുതൽ ആർക്കാ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കത്തിനാണ്. അറൌണ്ട് 30 കിലോമീറ്റേഴ്സ്. ഈ മൗണ്ടെയിൻ അഥവാ പർവ്വതങ്ങളുള്ള ഭാഗത്താണെങ്കിൽ 70 കിലോമീറ്റേഴ്സ് വരും. അപ്പം 30 to 70 കിലോമീറ്റേഴ്സ് തിക്നെസ് ഉള്ളതാണ് ഇത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കം. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ സമുദ്ര ഭൂവൽക്കം എത്രയാണ്? വെറും 5 കിലോമീറ്റർ അഥവാ 5 കിലോമീറ്റർ മാത്രമേ തിക്നെസ് ഉള്ളൂ. ക്രസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതാണ് ഇത് മാൻഡിൽ. മാൻഡിൽ കുറെ കൂടി കനമുള്ളതാണ്. 2900 കിലോമീറ്റർ. ദ തിക്കസ്റ്റ് ലെയർ ഓഫ് എർത്ത് ആട്ടോ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും തിക്കായിട്ടുള്ള കട്ടിയുള്ള പാളിയാണ് ഇത് മാൻഡിൽ. ദ തിക്കസ്റ്റ് ലെയർ ഓഫ് എർത്ത് പഠിച്ചു വെക്കണേ. ഏറ്റവും കട്ടിയുള്ള പാളിയാണ് ഇത് മാൻഡിൽ. മാൻഡിൽ ടോട്ടൽ തിക്നെസ് പറഞ്ഞാൽ അറൌണ്ട് 2900 കിലോമീറ്റർ വരും. പിന്നെ അപ്പർ പാർട്ട് ഓഫ് മാൻഡിൽ ആൻഡ് ക്രസ്റ്റ് ഈസ് ടുഗദർ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. മാൻഡിലിന്റെ മുകൾ ഭാഗവും ക്രസ്റ്റ് അഥവാ ഭൂവൽക്കവും രണ്ടും കൂടി ചേർന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. അതായത് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ആൻഡ് ക്രസ്റ്റ്, മാൻഡിലിന്റെ മുകൾ ഭാഗവും ക്രസ്റ്റ് അഥവാ ഭൂവൽക്കവും കൂടി ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. ഈ ലിത്തോസ്ഫിയർ താഴെയാണ് എന്തുള്ളത്? എസ്തനോസ്ഫിയർ ഉള്ളത്. അതൊരു സെമി ലിക്വിഡ്, ഒരു ദ്രവാവസ്ഥയിലാണ് അല്ലെങ്കിൽ അർദ്ധ ദ്രവാവസ്ഥയിലാണ്. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? മാഗ്മ കാണാൻ പറ്റുക. ആൻഡ് ദോ ഇന്നർ പാർട്ട് ഓഫ് ദി എർത്ത് ഏതാണ്? കോർ അഥവാ കാമ്പാണ്. കോർ 2 ടൈപ്പ് ഉണ്ട്. ഇന്നർ കോറും ഉണ്ട്, ഔട്ടർ കോറും ഉണ്ട്. ശ്രദ്ധിക്കണേ, ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പുറക്കാമ്പ് എന്തവസ്ഥയിലാ? ദ്രവാവസ്ഥയിലാട്ടോ. ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പുറക്കാമ്പ് എന്തവസ്ഥയിലാണ്? ദ്രവാവസ്ഥയിലാണ്. ആൻഡ് ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അകക്കാമ്പ് എന്തവസ്ഥയിലാ? ഖരാവസ്ഥയിലാണ്. അത് പഠിച്ചു വെക്കണേ. ഔട്ടർ കോർ പുറക്കാമ്പ് എന്തവസ്ഥയിലാ? ദ്രവാവസ്ഥയിൽ, നമ്മുടെ വെള്ളം പോലെയാണ് കാണുക. ഇന്നർ കോർ അഥവാ അകക്കാമ്പ് എന്തവസ്ഥയിലാ? സോളിഡ് സ്റ്റേറ്റ് അഥവാ ഖരാവസ്ഥയിൽ, നമ്മുടെ പാറ പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഈ കോറിൽ നമുക്ക് മെയിൻ ആയി കാണുന്നത് 2 ആളുകളാണ്, നിക്കലും അയേണും. ഇരുമ്പും നിക്കലുമാണ് മെയിൻ ആയിട്ട് കോർ അഥവാ കാമ്പിൽ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? NiFe. എന്താ വിളിക്കുന്നത്? NiFe. ഈ കോറിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഇന്നർ കോർ അഥവാ അകക്കാമ്പ്. അറൌണ്ട് 5500 ഡിഗ്രി സെൽഷ്യസ്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ത്? ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് മൂന്നിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് USS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇതേപോലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്തേക്കാം? ഒന്ന് എക്സാമിൽ ചോദിച്ചേക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? നോക്കണം, ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. യെസ്, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് USS എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് കണ്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് USS എക്സാമിന് ചോദിക്കാം. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ആൻസർ ഒക്കെ ഇപ്പോൾ ഇതുവരെ കാണിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസേഴ്സ് എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. യെസ്, ഇതിനൊക്കെ ആൻസർ അതൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞത്. തിക്കസ്റ്റ് കട്ടിയുള്ള പാളി ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർത്തോ ആൻസർ കമന്റ് ബോക്സിൽ എന്ത് ചെയ്തോ? ടൈപ്പ് ചെയ്തോ. നെക്സ്റ്റ് വൺ ആണ് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. കാരണം നിങ്ങൾ തന്നെ ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്നുള്ള എന്ത് ചെയ്യുള്ളൂ? മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് ഇത് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. യെസ്, ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് നിന്ന് USS എക്സാമിന് ചോദിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് മക്കളെ. ബൈ.